ബ്രോ, സോഷ്യൽ ആൻസൈറ്റി എങ്ങനെ മാറ്റാം? സോഷ്യൽ ആൻസൈറ്റി വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്ന സാധനം കൂടുതൽ വരുന്നത് നമ്മുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന സാധനം കൂടുമ്പോഴാണ് നമുക്ക് സോഷ്യൽ ആൻസൈറ്റി വരുന്നത്. ഒരാളോട് മെസ്സേജ് അയക്കുന്നതിന് പകരം നേരിട്ട് പോയി മിണ്ടാനുള്ളൊരു മടി വരും. കൂടുതൽ സമയം ഗെയിം കളിച്ചും നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് കണ്ടും സ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റിയൽ ലൈഫിലെ ഇൻട്രാക്ഷൻസ് നല്ല പണിയായിരിക്കും. അത് പെട്ടെന്ന് ഇന്നിപ്പം ഒരു 10 മണിക്കൂർ ഫോൺ യൂസ് ചെയ്ത് നാളത്തേക്ക് വരുന്നല്ല ഞാൻ പറയുന്നത്. ഒരു മാസവും അല്ലെങ്കിൽ ഒരു വർഷം 2 വർഷം 3 വർഷം നിങ്ങൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവിടെ നഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ പുതിയൊരാളോട് പോയി സംസാരിക്കുമ്പോൾ നമുക്കൊരു പേടിയുണ്ടാവും. ഞാൻ പോയി സംസാരിച്ച് കഴിഞ്ഞാൽ ഇതൊരു അബദ്ധമാവോ. അപ്പോൾ ഇൻട്രാക്ഷൻസ് നമ്മൾ കുറക്കാൻ വേണ്ടി ശ്രമിക്കും. സോഷ്യൽ ആൻസൈറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വേദിയിൽ പോയി സംസാരിക്കാൻ പറ്റില്ല. അത് പിന്നെ സ്റ്റേജ് ഫിയർ ആണെന്ന് നമുക്ക് മാറ്റി നിർത്താം. ഇപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോയി ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനാവും. എന്താ പറയേണ്ടത്, എന്താ അവരോട് സംസാരിക്കേണ്ടത് എന്ന് തോന്നും. കാരണം എന്താ, ഈ ഫോണിലുള്ള അഡിക്റ്റീവായിട്ടുള്ള യൂസേജാണ് നിങ്ങളെ എന്താക്കുന്നത്, സോഷ്യൽ ആൻസൈറ്റി എന്ന് പറഞ്ഞ സാധനം നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് കൂടുതലും ഈ സോഷ്യൽ ആൻസൈറ്റി ഉണ്ട്. അവർക്ക് ഒരാൾക്കാരോട് സംസാരിക്കാൻ പറ്റില്ല, ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് മാത്രമല്ല, നിങ്ങൾ വേറൊരു സംഭവം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന ഈ ഫുൾ ടൈം കോഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ, കോഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതേ പ്രശ്നമുണ്ട്. ആൾക്കാരോട് സംസാരിക്കാൻ മടി, ആൾക്കാരോട് സംസാരിക്കാൻ പേടി, കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം എന്താ, അവർ ഫുൾ ടൈം സ്ക്രീനുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. പുറം ലോകം അവർ കാണുന്നില്ല, പുറം ലോകം എന്താ സംഭവിക്കുന്നത് അവരറിയുന്നില്ല. അപ്പോൾ സോഷ്യൽ ആൻസൈറ്റി വരും.